എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് admission.uoc.ac.in/admission എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരത്തോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ജൂൺ 21-ാം തീയതി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ടോ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് FYUGP 2025-26 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലിങ്ക് കാണാൻ സാധിക്കും. നിലവിൽ നിങ്ങൾക്ക് ഇവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്നുള്ളത് മാത്രമാണ് കാണാൻ സാധിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ട്രയൽ എന്നുള്ളതിന് പകരം ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന പേജിൽ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെബ് പേജ് ലഭിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വിൽ ബി ബാക്ക് സോൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിങ്ങൾക്ക് നാളെ ആ ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ലോഗിൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു, അതായത് നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നൽകാനുള്ള ഒരു ഭാഗമുണ്ടാകും. അതുപോലെ തന്നെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിന് താഴെയായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആ ഒരു ക്യാപ്പ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റിയും കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ചില വിദ്യാർത്ഥികളെങ്കിലും ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റിക്കും മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ലോഗിൻ ചെയ്യുന്നതിൻ്റെ താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം. ലിങ്ക് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നത് അതൊരു ലിങ്ക് ആയിട്ടല്ല ഉണ്ടാവുക. നിങ്ങൾക്ക് അതിന് നേരെയായിട്ട് ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. ഒരു നീല കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം മറ്റൊരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഇമെയിൽ ID അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങളുടെ ഇമെയിൽ ID അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എവിടെയാണോ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിട്ട് അവിടെ ആ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു നൽകിയിട്ടുള്ള, അതായത് ഈ ഒരു നൽകുന്ന മൊബൈൽ നമ്പർ എന്ന് പറയുമ്പോൾ അതുപോലെ ഇമെയിൽ ID എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ ആ ഒരു ഇമെയിൽ ID ആയിരിക്കണം നൽകേണ്ടത്. അതുപോലെ തന്നെ പാസ്വേഡും പാസ്വേഡല്ല മൊബൈൽ നമ്പറും ആ ഒരു മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ IDയിലേക്കും നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഈ ഒരു സെക്യൂരിറ്റി കീയും അതുപോലെ തന്നെ ക്യാപ്പ് ഐ ഡിയും നിങ്ങൾക്ക് മെയിലായിട്ടും അതുപോലെ തന്നെ SMS ആയിട്ടും അയച്ചു തരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു SMS ആയിട്ടോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ ലഭിക്കുന്ന ആ ഒരു ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റി കീയും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു തരാം. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലോഗിൻ ചെയ്ത പേജിൽ നിങ്ങൾക്ക് കുറേ ടാബുകൾ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിന് നേരെയായിട്ട് ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണ് പിന്നീട് ഈ ഒരു ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. അവർ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ആ ഒരു ബാക്ക് ബട്ടൺ അടിക്കുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ മാൻഡേറ്ററി ഫീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാബ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് അവിടെ മാൻഡേറ്ററി ഫീ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടാബ് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 800 രൂപയ്ക്ക് താഴെ മാത്രമാണ് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് വരുള്ളൂ. അപ്പോൾ അത്
യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റിൻ്റെ അവിടെ ആ ഒരു ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര രൂപയാണോ ഫീ പേയ്മെൻറ്റ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഏതാണ് അതായത് ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈൽ വഴിയുള്ള ആ ഒരു മാൻഡറ്ററി ഫീ എന്നുള്ള അവിടെ നിങ്ങൾ ആ ഒരു ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ UPI ഏതാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കാർഡൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം പിന്നീട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP ഒക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അതല്ല നിങ്ങളിപ്പോൾ UPI ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് UPI സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ UPI ID കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ UPI ID കൊടുത്ത ശേഷം പിന്നീട് അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പേയ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ആ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് UPI ആണെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ആപ്പ് ഉണ്ടാവും. പേയ്മെൻറ്റ് ആപ്പ് എന്നതുകൊണ്ട് UPI ആപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില വിദ്യാർത്ഥികൾ ബാങ്കിൻ്റെ ആപ്പാണ് ഉപയോഗിക്കുക. ചില വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഉപയോഗിക്കുന്നത് അതായത് ഒരു ബാങ്കിൻ്റെ ആപ്പ് ആയിരിക്കില്ല, അതായത് ചിലപ്പോൾ UPI ആയിട്ടുള്ള അതായത് ചിലപ്പോൾ ഗൂഗിൾ പേ അതല്ലെങ്കിൽ ഫോൺ പേ അതുപോലെ തന്നെ ഒരു Paytm അതുപോലെ വിവിധ തരത്തിലുള്ള UPI ആപ്പ് ഉപയോഗിക്കും. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ബാങ്കിൻ്റേതാണെങ്കിൽ വിവിധ തരം ബാങ്കിൻ്റെ ആപ്ലിക്കേഷനുകളുണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനായിരിക്കും നിങ്ങളുടെ UPI ആപ്പായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ ഏത് ആപ്പിലെ UPI ID ആണോ കൊടുത്തത് ആ ഒരു ആപ്പിലേക്ക് നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ആ ഒരു ബാങ്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ പ്രൊഫൈൽ പേജിലേക്ക് അതായത് ഒരു നിങ്ങളുടെ ആ ഒരു ഈ ടാബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു പേയ്മെൻറ്റ് അവിടെ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് അക്ഷയയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു സെക്യൂരിറ്റി കീയും അതുപോലെ തന്നെ CAP ID കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് അവരുടെ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടമുള്ള കോളേജ് ആയിരുന്നാലും ഇഷ്ടമില്ലാത്ത കോളേജ് ആയിരുന്നാലും നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് പിന്നീട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. കാരണം ചില യൂണിവേഴ്സിറ്റികൾ ഈ ഒരു അതായത് യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് ചിലപ്പോൾ മാത്രമേ റീഫണ്ടായിട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു റീഫണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ഡെസ്കിൽ കോൺടാക്റ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും ആ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ ആണോ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ ഒന്നും കിട്ടത്തില്ല. കാരണം നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ആവശ്യമാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ലഭിക്കുക സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് ഈ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അടച്ചാൽ മതിയില്ലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടണം. അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടണമെങ്കിൽ ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്താലും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് നിങ്ങൾ കൺഫേം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൺഫേം ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് കൺഫേം ആയി, അപ്പോൾ പിന്നെ എങ്ങനെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഒരു അതായത് ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും സീറ്റ് നിങ്ങൾക്ക് പിന്നീട് അടുത്ത
സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടാതിരിക്കുന്നത്. അപ്പോൾ അത് ചില യൂണിവേഴ്സിറ്റികളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥിക്ക് ഓട്ടോമാറ്റിക്കലി ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യപ്പെടും. പിന്നീട് ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു സീറ്റിൽ തന്നെ തുടരാനായിട്ട്, അതായത് ആ ഒരു കോളേജിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ, അതായത് ഓൾറെഡി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. എന്നാൽ ചില യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തുന്ന സാഹചര്യത്തിൽ മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അതുപോലെ ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷനും ഇല്ല. നിങ്ങൾക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് സെക്യൂർ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ പരിഗണിക്കും. അതായത് ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അല്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നില്ല, ജസ്റ്റ് ഫീ പേയ്മെൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് നിങ്ങളുടെ അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ നിങ്ങൾ എവിടെയും അഡ്മിഷൻ പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ എടുക്കാത്തത് കൊണ്ട് തന്നെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പരിഗണിക്കപ്പെടേണ്ടതില്ല. അതുപോലെ ചില വിദ്യാർത്ഥികൾ എനിക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സാണ് കിട്ടിയത് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കോളേജാണ്, ചില വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള കോളേജായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ മാത്രമേ അടയ്ക്കേണ്ടതായിട്ട് വരൂ. അത് കാരണം അവർക്ക് മാത്രമേ ഈ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ഓപ്ഷനിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ ആ ഒരു സീറ്റ് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് വേറെ ഓപ്ഷൻ കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു 20 ഓപ്ഷൻസ് കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ 20 ഓപ്ഷൻസ് കൊടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ കിട്ടുന്ന സമയത്ത് ആ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതിനുശേഷം പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ ആ ഒരു ഡിലീറ്റ് ആയ ഓപ്ഷനുകൾ പരിഗണിക്കില്ല. ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ കൺഫേം ആയി. അപ്പോൾ ഈ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ റെസിപ്റ്റ് കൃത്യമായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടി നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ആയി, അത് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ്റെ മുകളിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. 0 എന്ന് പറഞ്ഞിട്ട് 1ൻ്റെ മുകളിൽ 0 ആണ് വരിക. അപ്പോൾ ആ ഒരു 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഈ ഒരു കോളേജിൽ, അത് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾ കൊടുത്തത് ഏത് കോളേജാണോ ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ആ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ കൺഫേം ആയി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷനുകളിലാണ് വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടും സംശയം വരിക. അതുപോലെ തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥികൾക്കുള്ള സംശയമായിരിക്കും ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷന് താഴെയുള്ള 2-3 ഓപ്ഷനുകൾ ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുമോ, അതിലേക്ക് മാറ്റം കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും അങ്ങനെ പോവില്ല. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ്റെ താഴെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 2 തൊട്ട് 4 വരെയുള്ള ഓപ്ഷനും ഒന്നാമത്തെ ഓപ്ഷൻ്റെ മുകളിൽ 0 എന്നുള്ള ഒരു ഓപ്ഷനും മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ഓപ്ഷൻ യാതൊരു കാരണവശാലും പരിഗണിക്കില്ല. കാരണം മുകളിലോട്ടുള്ള ഓപ്ഷനുകൾ മാത്രമേ പരിഗണിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് യാതൊരു കാരണവശാലും രണ്ടാമത്തെ 3ാമത്തെ ഓപ്ഷനുകൾ കിട്ടുന്നതല്ല. ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ളത്, കാരണം ആ ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് പരിഗണിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് വിദ്യാർത്ഥികൾക്കുള്ള സംശയമായിരിക്കും മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ എന്താണ് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടി, ആ ഒരു സീറ്റ് തന്നെ നിങ്ങൾക്ക് മതി, അതായത് ആ ഒരു കോളേജിലെ ആ ഒരു കോഴ്സ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അവിടെ നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതിനായിട്ട് അൺലോക്ക് ഓർ എഡിറ്റ് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാതെ ഈ ഒരു ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനാണ്. അപ്പോൾ എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻ. നിങ്ങൾക്കിപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ 20ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 19 വരെയുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുകയാണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. അപ്പോൾ ഹയർ ഓപ്ഷൻസിനെ ഞാൻ മുഴുവനായിട്ട് റദ്ദ് ചെയ്യുന്നു. ഓൾറെഡി എനിക്ക് കിട്ടിയ 5ാമത്തെ ഓപ്ഷനിൽ ഞാൻ അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അതോടുകൂടി എനിക്ക് ആ സീറ്റ് കൺഫേം ആയി എന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കോളേജ്
അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ ആ ഒരു കോളേജ് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല എന്നാണെങ്കിൽ ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ അലോട്ട്മെൻറ്റ് പ്രൊസസ്സിൽ പുറത്താവാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി ആ ഒരു സീറ്റ് എനിക്ക് അവിടെ കൺഫേമായി. എന്നാൽ എനിക്കിപ്പോൾ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തുന്നത് കാരണം തന്നെ എനിക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കും. ഇപ്പോൾ 2ാമത്തെ ഓപ്ഷനിൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ എൻ്റെ ആ ഒരു 5ാമത്തെ ഓപ്ഷനിൽ നേടിയിട്ടുണ്ടായിരുന്ന അതായത് 5ാമത്തെ ഓപ്ഷനിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റ് ഞാനവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഞാനവിടെ ഹയർ ഓപ്ഷൻ നിലനിർത്തിയത് കാരണം മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ എൻ്റെ ഇവിടുത്തെ അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകുന്നതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു അലോട്ട്മെൻറ്റ് അവിടെ റദ്ദ് ചെയ്യപ്പെടുകയും ഇവിടെ അടച്ചിട്ടുള്ള മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ എനിക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് എനിക്ക് അഡ്മിഷൻ നേടാൻ പറ്റുക, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമാണ് അഡ്മിഷൻ നേടാനായിട്ട് പറ്റുന്നത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ എനിക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിൽ ഞാൻ പോയിട്ട് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട സംശയമായിരിക്കും, ഇങ്ങനെ നമ്മൾ ഹയർ ഓപ്ഷൻസ് മുഴുവനായിട്ട് നിലനിർത്തുന്നില്ല, എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഓപ്ഷനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ 3ാമത്തെ ഓപ്ഷൻ വേണ്ട, അതുപോലെ 2ാമത്തെ ഓപ്ഷൻ വേണ്ടെങ്കിൽ അതിനെ മാത്രമായിട്ട്, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്ഷനുകളായിട്ട് അതിനെ മാത്രമായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻസ് യാതൊരു കാരണവശാലും ഡിലീറ്റ് ചെയ്ത് പോകാനായിട്ട് പാടില്ല. കാരണം അഥവാ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷനുകളായി മാത്രം അവിടെ നിലനിർത്താൻ സാധിക്കും. അങ്ങനെ നിലനിർത്തി പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റിൽ കിട്ടിയിട്ട് നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത സീറ്റ് അവിടെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. അതേസമയം സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങളിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അവിടെ ഞാൻ 1, 2, 3, 4 ഓപ്ഷനുകളിൽ എനിക്ക് 2, 3 ഓപ്ഷൻ വേണ്ടാത്തതുകൊണ്ട് അതിനെ ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനിൽ നിന്ന് എനിക്കിപ്പോൾ 1ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ, കാരണം അത് അവിടെ ഞാൻ നിലനിർത്തിയത് കൊണ്ട് തന്നെ 5ാമത്തെ ഓപ്ഷനിൽ നിന്ന് എനിക്ക് 1ാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ പിന്നീട് ആ ഒരു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് 5ാമത്തെയും അതുപോലെ അതിൻ്റെ അവിടെ ബാക്കി ഉണ്ടായിരുന്ന ഓപ്ഷനായിട്ടുള്ള 4ാമത്തെ ഓപ്ഷനും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുകയും പിന്നീട് 1ാമത്തെ ഓപ്ഷനിൽ എനിക്ക് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ 1ാമത്തെ ഓപ്ഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. ബാക്കിയുള്ള ഓപ്ഷനുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിലവിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ചോദിച്ച പ്രധാനപ്പെട്ട സംശയമായിരുന്നു, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷൻ കിട്ടി, നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു, അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയോട് ആ ഒരു മാറ്റം കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് വിദ്യാർത്ഥി ചോദിച്ചൊരു സംശയമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ഏതാണ് എന്നുള്ള കാര്യം പറയാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 1ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഓപ്ഷൻ്റെ മുകളിൽ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കാരണം തന്നെ ആ ഒരു 1ാമത്തെ ഓപ്ഷനിൽ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും വരില്ല. അതേസമയം നിങ്ങൾക്കിപ്പോൾ 1ാമത്തെ ഓപ്ഷനിലെ അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുള്ളത് 1ാമത്തെ ഓപ്ഷന് താഴെയുള്ള 2, 3, 4, 5, 6 ഈ ഒരു രീതിയിൽ വേറെ ഏതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങളവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യും. ഇപ്പോൾ 6ാമത്തെ ഓപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുമാണ് കോളേജുമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം എൻ്റെ ആ ഒരു ബാക്കിയുള്ള ഹയർ ഓപ്ഷൻ 6ാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ 1 മുതൽ 5 വരെയുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻ. അപ്പോൾ ആ ഒരു ഹയർ ഓപ്ഷൻസ് ഞാൻ അവിടെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എന്നെ പരിഗണിക്കുകയും എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുന്ന സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനും അതായത് ആ ഒരു കോളേജും കോഴ്സും 6ാമത്തേതാണ്, എന്നാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത 4ാമത്തെ ഓപ്ഷനിലേക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അവിടെ ഹയർ ഓപ്ഷൻ നിലനിർത്തിയത് കാരണം എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സാഹചര്യം വരികയാണെങ്കിൽ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ 4ാമത്തെ ഓപ്ഷൻ്റെ താഴെയുള്ള 5, 6 എനിക്ക് ഇഷ്ടപ്പെട്ട 6ാമത്തെ ഓപ്ഷൻ ഉൾപ്പെടെ അത് റിമൂവ് ആയി പോവുകയും പിന്നീട് ഇവിടുത്തെ ആ ഒരു അടച്ചിട്ടുള്ള മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നീട് 4ാമത്തെ ഓപ്ഷൻ ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടാനും സാധിക്കും. എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സീറ്റ് അവിടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അത് 1ാമത്തെ ഓപ്ഷൻ അല്ല എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വേണ്ട എന്നാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കുക. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനായിട്ട് വേറൊരു ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് ആ ഒരു 6ാമത്തെ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ
നിങ്ങൾക്ക് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളതെങ്കിൽ പിന്നീട് അവിടെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. എന്നാൽ രണ്ടാമത്തെയോ അതിന് താഴെയുള്ള വേറെ ഏതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായിട്ട് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം അവിടെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതും പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാതെ ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും അവിടെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കോഴ്സിൽ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷൻ ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമുണ്ട് എങ്കിലും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇല്ല എങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കോളേജിൽ ഒന്നുകിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുന്നവർ പെർമനൻറ്റ് അഡ്മിഷനും അതുപോലെ തന്നെ രണ്ടാമത്തെയോ വേറെ ഏതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ടെമ്പററി അഡ്മിഷനും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു കാലയളവിൽ തന്നെയായിരിക്കും തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയിട്ടുണ്ട്, ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് പരിഗണിക്കുന്നതും നിങ്ങൾ കോളേജിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും മറ്റൊരു കോളേജിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു കിട്ടിയിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഹയർ ഓപ്ഷൻ അവിടെ നിലനിർത്തിക്കൊണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തേക്ക് വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ആ ഒരു സമയത്തിനുള്ളിൽ തന്നെയാണ് തേർഡ് അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് മാറാനും സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് കോഴ്സിലാണ് കിട്ടിയതെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി നടത്തുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കോഴ്സ് ചേഞ്ച് ചെയ്യാനും അതുപോലെ കോളേജ് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.